ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ളവരെ, ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവനാമം മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമാണ്. സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന യേശുവിൻ്റെ ദൈവികതയെ അംഗീകരിക്കുവാനോ അവിടുത്തെ കൃപാവചനങ്ങൾ മനസ്സിലാക്കുവാനോ ശ്രമിക്കാതെ അവിടുത്തെ കുറവുകൾ കൂടുതലായി വർണ്ണിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വത്തെ നിസാരവൽക്കരിക്കാൻ ശ്രമിച്ച യഹൂദരോട് ഈശോ പറയുന്നത് നാമാൻ്റെ സൗഖ്യത്തെക്കുറിച്ചും അതിലൂടെ ഈശോ അവരോട് പറയുന്നത് ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല, സ്വീകരിക്കപ്പെടുന്നില്ല എന്ന്. കുഷ്ഠരോഗിയായിരുന്ന നാമാൻ എലീഷ പ്രവാചകനെക്കുറിച്ച് അറിഞ്ഞ് ദൈവനാമം വിളിച്ചപേക്ഷിച്ച് കരം വീശി തൻ്റെ കുഷ്ഠം സുഖപ്പെടുത്തുമെന്ന് വിചാരിച്ച് എലീഷ പ്രവാചകൻ്റെ വീട്ടുപടിക്കൽ കുതിരകളും രഥങ്ങളുമായി വന്ന് നിൽക്കുകയാണ്. നാമാനെ കണ്ടിട്ട് എലീഷ പ്രവാചകൻ തൻ്റെ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കും. എന്നാൽ ഇത് കേട്ട നാമാൻ കോപാകുലനായി മടങ്ങിപ്പോകുന്ന വഴിയിൽ തൻ്റെ ഭൃത്യന്മാർ അവനോട് ചോദിക്കുകയാണ്, അല്ലയോ, ഇതിനേക്കാൾ കൂടുതലായി പ്രായശ്ചിത്തം അങ്ങേക്ക് അവിടുന്ന് കൽപ്പിച്ചിരുന്നെങ്കിൽ അങ്ങത് എത്രയോ വലുതായിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് വളരെ നിസ്സാരമായ കാര്യമല്ലേ, അങ്ങേക്കത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ ദൈവപുരുഷനെ അനുസരിച്ചുകൊണ്ട് നാമാൻ നദിയിലേക്ക് ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ച് ശുദ്ധിയുള്ളവനായി. തൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ചെറിയ ഒരു കാര്യം ചെയ്യുവാൻ എലീഷ പ്രവാചകൻ ആവശ്യപ്പെട്ടപ്പോൾ നാമാൻ അത് അംഗീകരിക്കുവാൻ വളരെ പ്രയാസമായിരുന്നു. എങ്കിലും ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് ജോർദാനിലിറങ്ങി കുളിച്ചപ്പോൾ അവൻ സുഖം പ്രാപിച്ചു. ഇന്ന് നമ്മിൽ പലരും നാമാനെ പോലെ അസൂയയുടെയും വെറുപ്പിൻ്റെയും പകയുടെയും ഒക്കെ കുഷ്ഠരോഗം പേറി നടക്കുന്നവരാണ്. നമ്മെ ഓരോരുത്തരെയും നോക്കി കർത്താവ് പറയുകയാണ്, നിൻ്റെ മുമ്പിലുള്ള ജോർദാൻ നദിയാകുന്ന കുമ്പസാരക്കൂട്ടിൽ അനുതാപത്തിൻ്റെ കുളി നടത്തി ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതി പ്രാപിച്ച് സഹോദരന്മാർക്ക് നന്മ ചെയ്ത് അവരെ അംഗീകരിച്ച് അവരെ കൂടെ നമ്മുടെ നല്ല ജീവിതത്തിലൂടെ ആ നല്ല തമ്പുരാനിലേക്ക് അടുപ്പിക്കുവാൻ. അതിനായി ഈ നോമ്പ് കാലം നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സ്തുതിയായിരിക്കട്ടെ.